coming to view. The light and the dark, the brightest star. My beginning. I see memories. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Oh, to see without my eyes, the first time that you kissed me, boundless by the time I cried. I built your walls around me, white noise, what an awful sound. Fumbling by Rogue River, feel my feet above the ground. Hand of God, deliver me. Oh, woe is me. The first time that you touched me, oh, will wonders ever cease? Blessed be the mystery of love. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിനെ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ കാർമ്മികരായ ക്രിസ്റ്റി ഗിഫ്റ്റ് വിവാഹമുള്ള കൂതാശയിലൂടെ ഇന്ന് നിങ്ങൾ ഒന്നിക്കപ്പെടുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്. ഇത്രയും നാൾ ക്രിസ്റ്റിക്ക് സ്വന്തമായ സ്വപ്നമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു, ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കുന്നു. അതുപോലെ ഗിഫ്റ്റ് ഇനി മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ കൈകോർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം. ഒരുമിച്ചാകുമ്പോൾ ആ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറങ്ങളായിരിക്കണം. വീണ്ടും നിങ്ങൾ പരസ്പര സ്വപ്നങ്ങളെ ബഹുമാനിക്കണം. ആരുടെയും സ്വപ്നങ്ങൾ ശൂന്യമാക്കി കളയാതെ അത് അംഗീകരിക്കുമ്പോൾ അത് കുടുംബത്തിൻ്റെ വിശദീകരണത്തിന് തുണയായിരിക്കും. ഇങ്ങനെ പരസ്പര അംഗീകരിച്ച് ക്ഷണിച്ച് സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ കുടുംബജീവിതങ്ങൾ സന്തോഷം നിറഞ്ഞതായിരിക്കും. വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, ഇന്നിവിടെ എടുത്തിരുന്ന പ്രാർത്ഥന അനുദിന ജീവിതത്തെ നിങ്ങൾ കൈകോർത്ത് ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. ഇവിടെ വെച്ച് മാത്രം അവസാനിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടുതൽ ജീവിതങ്ങൾ കൂടുതൽ സന്തോഷം നിറഞ്ഞതായിരിക്കും. കാരണം കുടുംബജീവിതത്തിൽ ഏറ്റക്കുറച്ചുള്ളതുകൊണ്ട്. എന്നാൽ എപ്പോഴാണ് ഇന്നെടുക്കുന്ന വാഗ്ദാനങ്ങൾ എല്ലാ ദിവസവും ലഭിച്ചിട്ടുള്ളതാക്കി മാറ്റുക. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ഹൃദയത്തോട് നേരിടുകയാണ്. സംശയത്തിനാണ് ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹങ്ങളാൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ലോകാരംഭത്തെ സന്താനത്തിനെ അങ്ങ് അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുകയും അങ്ങയുടെ പ്രിയമക്കൾ ക്രിസ്റ്റി ഗിഫ്റ്റ് എന്നിവരുടെ അങ്ങയെ അനുഗ്രഹത്തിന്റെ സഹായം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വൈവാഹിക ബന്ധത്തിൽ പരസ്പര സ്നേഹത്താലും മരപ്പെടുത്തത്താലും പരസ്പര വിശുദ്ധിയാലും ഇവർ ഒന്നിപ്പിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെല്ലാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്നാൽ ക്രിസ്തു തന്നെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധം വഹിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിലാരും വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. Thank you.
അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിനെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ ഇരുന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് കഴിയില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കുമുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്തത്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നനയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് ഉള്ളതായിരുന്നു. ഭരണികളിൽ വെള്ളം നനയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുകയും എന്നവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായമായ ആ വെള്ളം പിടിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഏതരം വീഞ്ഞ് ആദ്യം കിടക്കുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന നഗരം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചത്. യേശുവിനെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളത്തോടെ അടക്കമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്നത്തെ ദിവസത്തിൽ കാർമികരായ നമ്മുടെ മുമ്പിലായിരിക്കുന്ന സ്നേഹിതരുടെ ക്രിസ്റ്റി ഗിഫ്റ്റി സ്നേഹിതരുടെ ടെൻഷനൊന്നും സന്തോഷമാണ്. എന്നാൽ തൻ്റെ മുമ്പിൽ ഇവർ വന്ന സമയം കൊണ്ട് ഞാൻ നോക്കി അച്ഛനാ ശ്രദ്ധിക്കുന്നില്ല. 2 പേരും പൂർണ്ണമായും കൈ കൂപ്പി പിടിച്ച് തന്നെ എത്തി. 2 പേരുടെ കൈ മാറുന്നില്ല. 2 പേരും അത്താരയിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എത്തി. അത് വളരെ അപൂർവമായിട്ടാണ്. കാരണം ഒന്നുകിൽ രക്ഷിക്കണം, അല്ലെങ്കിൽ പല പല ചിന്തകളിലൂടെ കടന്നു പോവുകയും. എന്നാൽ ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനം വരാൻ പോകുന്ന ആഘോഷങ്ങളല്ല, വരാൻ പോകുന്ന ജീവിതമല്ല. ഇന്ന് ഈ അത്താരയിൽ, ഈ കുർബാനയിൽ, ഈ കൂദാശയുമാണ് ഉറച്ച ബോധത്തോടെയാണ് ഇത് നിൽക്കുന്നത്. എംബിലച്ച് സുവിശേഷം വായിച്ചത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാനായിലെ കല്യാണം വായിച്ചത്. അവിടെ മാതാവ് ഈശ്വരനോട് പറഞ്ഞ് ആ കുടുംബത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വീട് തീർന്നു പോയി വീണ്ടും കൊടുക്കും. കൊച്ചുചെറിയ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് അനുഭവിച്ചത്. സഹോദരനാണ്, ചേട്ടനാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇവരോട് പറഞ്ഞു, വലിയ ഗിഫ്റ്റ് ചെയ്യുന്നവരെ മാതാവ് ഗിഫ്റ്റായി നൽകിയ ഒരു ജീവിതം. കുഞ്ഞിന്റെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കേട്ടായിരുന്നു. എന്നാൽ ദൈവം പരിശുദ്ധ ദൈവത്തോട് ചോദിച്ച് നൽകിയ വെബ്സൈറ്റുകൊണ്ടാണ് മരിയ ഗിഫ്റ്റ് എന്ന കൊച്ചത് പേരിൽ വിട്ടത്. നന്ദി പറയുന്നു ദൈവത്തോട്. ആ മാതാവ് നൽകിയ ഗിഫ്റ്റ് എന്നും ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റായി, ഒരു കുടുംബത്തിന് ഒരു ഗിഫ്റ്റായി വീണ്ടും വെച്ച് ദൈവം നൽകി. സച്ചന്റെ ഇടവേളക്കാരിയാണ് നമ്മുടെ കൊച്ചച്ഛൻ്റെ. പോലെ ക്രിസ്റ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും ക്രിസ്റ്റിയായിട്ട് ബന്ധമുള്ളവരാണ്. ഒത്തിരി അച്ഛന്മാര് നാട്ടിലില്ല. ജോണിയച്ഛൻ പ്രാർത്ഥന ചാൻസലറാണ്. പ്രാർത്ഥന പുറത്തു പോയി. അതുപോലെ തന്നെ സിബിനച്ഛൻ അച്ഛന വരേണ്ടതാണ്. ജോഷി അച്ഛൻ്റെ അപ്പച്ചൻ്റെ ആളാണ്. അതുപോലെ ജയ്സനച്ഛൻ അച്ഛനും അച്ഛന്മാരാണ്. അച്ഛനും പുസ്തകം ഒത്തിരി അച്ഛന്മാരുമായിട്ട് ബന്ധമുള്ള ക്രിസ്ത്യനിൽ വായിക്കാൻ ക്രിസ്തുവിന് മാതാവ് നൽകിയ ഗിഫ്റ്റും ക്രിസ്തുവും എന്നുള്ള ഏർക്കാതെ വിവാഹത്തിന്റെ ആശീർവാദത്തെ പ്രവേശിക്കുകയാണ്. തീർച്ചയായും മാതാപിതാക്കളെല്ലാവരും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ആവശ്യത്തിന് സന്തോഷിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സ്വപ്നമാണ്
അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെയും സമൂഹത്തിലെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ സ്നേഹ പരിശുദ്ധമായ ഉപാസിയാൽ നൂതനം ചെയ്ത് ഒപ്പിടുവാനാണ് നിങ്ങളുടെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആസ്വദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉപാസിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ നിർവഹിച്ച് സാഹചര്യങ്ങളാണ് പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ക്രിസ്റ്റി ഗിഫ്റ്റി, നിങ്ങൾ വിവാഹപ്രായം നടത്തിയിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം നൽകണം. ഞാൻ നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്ത്യൻ, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നത് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഈ താരെ ആശീർവദിക്കണമേ. ഇത് ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമാണ്. ദൈവമേ, പ്രസാദത്തിന് അടയാളമായി നമ്മൾ കൂടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന വസ്ത്രത്തിൽ പ്രസാദകരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി നൽകിയ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാവനമായ ബന്ധത്തിന്റെ പ്രതിഫലമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. ക്രൈസ്തവ സമൂഹമായ സ്നേഹത്തിൽ ജീവിതശുദ്ധിയിൽ യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കാനും മക്കളിൽ ശ്രദ്ധിക്കുന്ന സ്നേഹം ഇവർക്ക് ഓർമ്മകളായി തിരിച്ചെത്താൻ ഇടയാക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിലും കുടുംബത്തിൽ എപ്പോഴും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ പൗരങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും
നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളായി പ്രക്ഷോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തെ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബദ്ധരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിൽ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരുവാൻ ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ, കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. പരിശുദ്ധനായ പിതാവേ, സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവേ, പുരുഷനെയും സ്ത്രീയെയും അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും അവരുടെ സഹവാസം അങ്ങേ അനുഗ്രഹത്താൽ ധന്യമാക്കുവാൻ തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ. ഇന്ന് വിവാഹോദാസയാൽ യോജിപ്പിക്കപ്പെട്ട അങ്ങേ മക്കൾക്ക് വേണ്ടി അങ്ങയോട് എളിമയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വധുവായ ഗിഫ്റ്റിയുടെ മേലും ഇവരുടെ ജീവിത പങ്കാളിയായ ക്രിസ്തുവിന്റെ മേലും അങ്ങേ സമൃദ്ധമായ അനുഗ്രഹവർഷം ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉന്നതങ്ങളിൽ നിന്ന് ഇവരുടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിവാഹത്തിന്റെ ദാനം പരസ്പരം അനുഭവിച്ചുകൊണ്ട് ഇവർ കുടുംബത്തെ സന്തതികളാൽ അലങ്കരിക്കുകയും സഭയെ സന്തുഷ്ടമാക്കുകയും ചെയ്യട്ടെ. കർത്താവെ, സന്തോഷത്തിൽ ഇവർ അങ്ങയെ സ്തുതിക്കുകയും സന്താപത്തിൽ അങ്ങയെ അന്വേഷിക്കുകയും ചെയ്യട്ടെ. അവരുടെ അധ്വാനങ്ങളിൽ അങ്ങേ സാന്നിധ്യത്താൽ അവർ ആനന്ദിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ ആശ്വാസമായി അങ്ങേ സാന്നിധ്യം അവർ അനുഭവിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ സമൂഹത്തിൽ അവർ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ലോകത്തിൽ അങ്ങേ സാക്ഷികളായി വർദ്ധിക്കുകയും സുഹൃത്ത് വലയത്തോടെയുള്ള സന്തോഷകരമായ വാർദ്ധക്യകാലത്തിനു ശേഷം സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ പെരുമന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. പള്ളിയോട് ചേർന്ന്
സ്വീകരിച്ച ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയാണ് എല്ലാ വൈദ്യുതി ലോകത്തിലും ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ ആശംസിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആശയുടെ ചരിത്രത്തിൽ അങ്ങനത്തെ ആശയം വർദ്ധമാനമാക്കുവാനും ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ലഭിക്കുവാനും അനുഗ്രഹിക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടായിരുന്നത്. കർത്താവ് സ്വീകരിക്കലും കാലങ്ങളെ വിവാഹത്തിൽ സന്നിധരാണ് തിരുമനസ്സായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ നിങ്ങളുടെ വ്യക്തിത്വത്തിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാനാകട്ടെ. സഭയിൽ അവസാനങ്ങളെ ശ്രദ്ധിച്ച നിങ്ങളുടെ അനുഗ്രഹത്തിൽ വർഷിക്കുവാനാകട്ടെ. അവിടുത്തെ ധ്യാനത്തിനുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനാകട്ടെ. എവിടെയും എല്ലാവരെയും സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുവാനാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും സമാധാനത്തിനും പോലെ ദിവ്യമായി സമർപ്പിച്ചു. Forever could never be long enough for me to feel like I've had long enough with you. Forget the world now, we won't let them see. But there's one thing left to do. Now that the weight has lifted, love has surely shifted my way. Marry me today and every day. Marry me. If I ever get the nerve to say hello in this cafe, say you will. Say you will. Together could never be close enough for me to feel like I am close enough to you. You wear white and I wear out the words I love you, and you're beautiful. Now that the wait is over and love has finally showed her my way. Marry me today and every day. Marry me. If I ever get the nerve to say hello in this cafe, say you will. Say you will. Promise me you'll always be happy by my side. I promise to sing to you when all the music dies. And marry me today and every day. Feel defeat when the two roads end and meet, and the words you meant to speak are kept inside all of the time. Now I can see this ain't no movie scene, it ain't no magazine. The news is too much for me now. I've
been alone here, I've been wasting time. Searching wide, searching forward, but I just can't find. And I see my reflection, but it just ain't mine. Just ain't mine.
പൂർത്തിയാവുക എന്ന് വെച്ചാൽ വിവാഹത്തിനോടുള്ള സ്വപ്നങ്ങൾ പൂർത്തിയാകും. ഇനി സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കാണാനുള്ള സമയം. വിവാഹം കഴിഞ്ഞു, പുതിയ ജീവിതം, പുതിയ ആരംഭം, ന്യൂ ബിഗിനിങ്, പുതിയതായ സ്വപ്നങ്ങൾ ഇനി ഒരുമിച്ച് കാണാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഒരു കുടുംബം ഒരുമിച്ച് സ്വപ്നം കാണുമ്പോഴാണ് ആ സ്വപ്നത്തിന് കൂടുതൽ മാധുര്യം ഉണ്ടാകും. ഇവര് കാണുന്ന സ്വപ്നങ്ങൾ ഇനി ഒരുമിച്ച് കാണാനായിട്ട് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. നല്ല ജീവിതം മുൻപിലുണ്ടാകട്ടെ. നല്ല അനുഗ്രഹത്തിൻ്റെതായ ദിവസങ്ങള്, നാളുകള് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇവർക്കുണ്ടാകട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള യാത്രയിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. Now we are moving to the candle lighting ceremony. So firstly, I invite Christine and Vicky to come forward and light the lamp together, creating a circle of light to share their love and commitments towards each other forever. കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകമായി ഈ സമയം അനുസ്മരിക്കേണ്ടത് ക്രിസ്റ്റിയുടെ പപ്പ സ്വർഗത്തിലായിരിക്കുന്ന മാത്യു അങ്കിളാണ്. ഞങ്ങളെല്ലാം വലിയെന്നാണ് വിളിക്കുന്നത്. കാരണം കുടുംബത്തിൻ്റെ ഒരു വലിയ ആളായിരുന്നു. ഈ സമയം തീർച്ചയായും ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് വലിയങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു വിവാഹം ഏറ്റവും വലിയ സ്വപ്നമായ ക്രിസ്റ്റിയുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും വിശ്വസിക്കുകയാണ്. പ്രത്യേകമായ അങ്ങനെ ഒരു സാന്നിധ്യവും ഇവിടെ ആത്മീയമായ സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ മധുരം പങ്കുവെച്ച് ഈ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കും. എല്ലാവരും എഴുന്നേറ്റ് കേക്ക് മുറിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കരുണവാന സ്നേഹമായ ദൈവമേ, ഞങ്ങളെ കണ്ടിന് ആശീർവദിക്കണമേ. പ്രത്യേകമായി വിവാഹം എന്ന ഉദാസിയായി അങ്ങോന്നിപ്പിച്ച അങ്ങേ പ്രിയ മക്കളായ ക്രിസ്റ്റി, ഗിഫ്റ്റി എന്നിവരുടെ ജീവിതത്തെ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് സമ്പന്നമാക്കണമേ. പ്രത്യേകമായി അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ തിരുഹിതത്തോട് ചേർന്നുകൊണ്ട് എന്നും ജീവിക്കുവാനുള്ള അഭിഷേകം അവർക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങൾ ഭക്ഷിക്കാൻ പോകുന്ന ഈ മധുരത്തെ കഴിഞ്ഞ് ആശീർവദിക്കണമേ. ഈ മധുരം ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിന്റെ മാധുര്യം എന്നും ഇവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുവാനും ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കുവാനും ഇടവരുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വഴക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാണ് അപ്പോളജൈസ് മോഡ്? നിങ്ങൾ പഠിച്ചിട്ടോ? ആർക്കാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാസ്ക് കൊടുക്കാനുണ്ട്? ഇവരൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും? ഗെയിം കഴിയുമ്പോൾ പോകട്ടോ. സാരി എടുത്തിട്ട് പോക്കാം, സാരി എടുത്തിട്ട് പോക്കാം. നമ്മളിപ്പോൾ തന്നെ ഓട്ടോയിൽ വെച്ചേക്കണം. ചേട്ടൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചോദിക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ബാത്റൂം സിംഗറിന് അവാർഡ് കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കും? ബാത്റൂം സിംഗറിന് അവാർഡ്, ബാത്റൂം സിംഗറില്ലേ, ബാത്റൂം സിംഗറിന് അവാർഡ് കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കും? ഓക്കെ, നെക്സ്റ്റ്. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കേട്ടവൻ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടരുത്. കാരണം ജോർജ് അങ്കിളുടെയും ജാസ്മിനുടെയും ശ്രദ്ധയ്ക്ക് എന്നെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടരുത്. ഓക്കെ, ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നൈറ്റിൽ ആദ്യം ഉറങ്ങാൻ ചാൻസ് ഉള്ളതാണ്? സോ വിത്ത് ദിസ് നമ്മുടെ ഗെയിം കഴിഞ്ഞു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടാണ്. അപ്പൊ അതിന് ചേച്ചി സാരി മാറിയിട്ട് വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പൊക്കുന്ന പറഞ്ഞേക്കുന്നത്. ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ശിക്ഷ കൊടുക്കണം. ഓക്കെ, Romeo, 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 hoy शब्द वाले साले के साले मरे पियो. Romeo, Romeo, हरे मेरे आने के बड़े मुझे बुलाने वाला पियो.
चुलिയാണ് നീ അവിടെ വളരണം എവിടെ ഇവിടെ വളർന്നു പോകുക ഇവിടെ വളരെ മാത്രം Tell me all the things you've done for love, all the things you've done for love. I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little morning I feel myself sinking
done for love, all the things you've done for love. Darling, let's go walking down your favorite city street. So when if there's an open way, I'll just run while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the night. Let's disappear, 'cause wherever we go, love is on our side. Your love is on our side.
like the waves and crash the sand. With every word you say, in faith we stand. Rising like flames to clouds of smoke, reaching new heights. We'll breathe in the sun and feel the glow, like we're touching the sky. Love is on our side. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine. Magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. It's been you, it's always